കുങ്കുമാതി മുതലായ ആയുർവേദ എണ്ണകൾ നൈറ്റ് സിറംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ടോണർ വാങ്ങിക്കുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയാണ്. പലർക്കുമുള്ള ഒരു തെറ്റായ ധാരണയാണ് എൻ്റേത് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നാച്ചുറലായിട്ട് ഒരുപാട് മോയ്സ്ചറൈസിങ് ഉണ്ട്, സോ എനിക്കൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഡബിൾ ക്ലെൻസിങ് മറക്കരുത്. കാരണം ആക്നെ പ്രോൺ ഓയിലി സ്കിന്നുള്ള ആളുകളാണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമായൊരു ചർമ്മം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ സ്കിൻ കെയർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. ഒരുപാട് പ്രൊഡക്ട്സ് വേണമല്ലോ, ഇതിനൊക്കെ എവിടെയാണ് സമയം എന്നൊക്കെയാവും ചിന്തിക്കുന്നത്, അല്ലേ? എന്നാൽ സത്യം അതല്ല. നല്ലൊരു സ്കിൻ കെയറിന് ഒരുപാട് വില കൂടിയ പ്രൊഡക്ട്സോ സമയമോ ആവശ്യമില്ല. ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ബേസിക്കായ വെറും 4 സ്റ്റെപ്പുകളുള്ള ഒരു സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ഡോക്ടർ അർച്ചന ആനന്ദ്. ആർക്കും എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് അറിയുവാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് തുടങ്ങാം. നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പാണ് ക്ലെൻസിങ്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പുറത്തു പോകുമ്പോഴോ ഒക്കെയായിട്ട് നമ്മുടെ ചർമ്മത്തിൽ പറ്റിപ്പിടിക്കുന്ന എണ്ണമയം, പൊടി ഇവയെല്ലാം കഴുകി കളയുന്നതിനെയാണ് ക്ലെൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിവസവും 2 നേരം നമ്മൾ ക്ലെൻസ് ചെയ്യണം. ഇതിനായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഫേസ് വാഷ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡ്രൈ സ്കിന്നാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടാവുക ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആയിരിക്കും. എന്നാൽ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് പോലുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആയിരിക്കും അനുയോജ്യമായിരിക്കുക. ഫേസ് വാഷ് കയ്യിലെടുത്തതിന് ശേഷം 60 സെക്കൻഡെങ്കിലും നിങ്ങളുടെ ഫേസിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യുക. അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിക്കളയാം. തുടയ്ക്കുവാനായിട്ട് മൃദുവായിട്ടുള്ള ടവൽ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടോണിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പൊന്നുമല്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ മുഖത്തിൻ്റെ pH നിലനിർത്തുവാനും ബാക്കിയുള്ള അഴുക്കുകളും മറ്റും ഒഴിവാക്കുവാനും ടോണർ സഹായിക്കും. വില കൂടിയ ടോണറുകളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആകുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ടോണറാണ് റോസ് വാട്ടർ. റോസ് വാട്ടർ നിങ്ങളുടെ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ടോണർ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൽ ആൽക്കഹോൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. കാരണം ആൽക്കഹോൾ നിങ്ങളുടെ സ്കിന്നിൽ വളരെ വേഗത്തിൽ ഡ്രൈ ആകുവാൻ കാരണമാകും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. പലർക്കുമുള്ള ഒരു തെറ്റായ ധാരണയാണ് എൻ്റേത് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നാച്ചുറലായിട്ട് ഒരുപാട് മോയ്സ്ചറൈസിങ് ഉണ്ട്, സോ എനിക്കൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇത് തീർത്തും തെറ്റാണ്. ഓരോ സ്കിൻ ടൈപ്പിന് അനുസൃതമായിട്ടുള്ള മോയ്സ്ചറൈസർ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടേതൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. ഇനി ആക്നെ പ്രോൺ ഓയിലി സ്കിന്നുള്ള ആളുകളാണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. പിന്നീട് ഒരു കാര്യം, നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് മാത്രമല്ല നമ്മുടെ നെക്കിലേക്കും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസൃതമായിട്ടുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. SPF 50+ഉം PA+++ഉം ഉള്ള സൺസ്ക്രീനുകൾ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ. മോർണിംഗ് സ്കിൻ കെയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നൈറ്റിലേക്ക് വരുന്ന സമയത്ത് സൺസ്ക്രീൻ ഒഴികെ ബാക്കി 3 സ്റ്റെപ്പുകളും നിങ്ങൾക്ക് നൈറ്റിൽ ആവർത്തിക്കാം. ഇനി ഇത് കൂടാതെ നിങ്ങളുടെ സ്കിൻ കണ്ടീഷന് അനുസൃതമായിട്ട് നിങ്ങൾക്ക് ആയുർവേദിക് പ്രൊഡക്ട്സുകൾ കൂടി നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്താം. PM റൂട്ടീൻ പ്രത്യേകമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് സെൽ റീജനറേഷനും അതുപോലെ റിപ്പയർമെൻറ്റിനുമാണ്. സോ അതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, കുങ്കുമാതി തൈലം പോലുള്ള ആയുർവേദ മരുന്നുകൾ നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. ഇതുവഴി നിങ്ങളുടെ സെൽ റിപ്പയർ ആകുവാനും പിഗ്മെൻറ്റേഷൻ മുതലായ ഇഷ്യൂസ് കുറയുവാനും സഹായിക്കും. കൂടാതെ നാൽപ്പാമരം, ഏലാദി മുതലായ എണ്ണകളും ഈവനിങ് ടു നൈറ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഈവനിങ് സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഡബിൾ ക്ലെൻസിങ് മറക്കരുത്. കാരണം ഇന്ന് മിക്ക സ്ത്രീകളും ഓഫീസ് വർക്കിൽ പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും ഒക്കെ ഒരുപാട് മേക്കപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. സോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ നമ്മൾ ഡബിൾ ക്ലെൻസിങ് തന്നെ ഉപയോഗിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ പോലുള്ള കാര്യങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യാം. അതിനുശേഷം ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ക്ലെൻസ് ചെയ്യാം. ഇതിനെയാണ് ഡബിൾ ക്ലെൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറമെ സിറംസോ ഓയിൽസോ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, നിങ്ങൾ ഉള്ളിലേക്കും പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം.
അതായത് ദിവസവും 8 ഗ്ലാസോളം വെള്ളം കുടിക്കുക, നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് കീപ്പ് ചെയ്യുക. ഇവയൊക്കെ നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ചെയ്യുവാൻ സഹായിക്കും. കൂടുതൽ ആയുർവേദിക് ടിപ്സ് അടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കുമായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.